അറബിക്കടലിൽ കപ്പൽ മുങ്ങിയതിനു ശേഷം തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നതിൽ മെല്ലെ പോക്ക് തുടർന്ന സർക്കാർ. മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യുമെന്നുള്ള സർക്കാരിന്റെ പ്രഖ്യാപനം പാഴ്വാക്കാകുകയാണ്. സർക്കാരിന് കഴിയില്ലെങ്കിൽ തീരശുചീകരണം തങ്ങളെ ഏൽപ്പിക്കണം എന്നാണ് തീരദേശവാസികൾ പറയുന്നത്. എന്തായാലും നമുക്കറിയാം, ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ കരയ്ക്കടിഞ്ഞപ്പോൾ മുതൽ തന്നെ ഇവ നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു. പക്ഷേ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് തീരത്തടിഞ്ഞ അവശിഷ്ടങ്ങളായിരുന്നു. അതിൽ പലതരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം ഉണ്ടായിരുന്നു. തരിതരിയായി കിടക്കുന്ന ഇത്തരം മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് ശ്രമകരമായ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷേ ഇതെല്ലാം മലിനീകരണ നിയന്ത്രണ ബോർഡ് നീക്കം ചെയ്യുമെന്നുള്ള ഉറപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. പക്ഷേ അതിൽ നിലവിലിപ്പോൾ ഒരു മെല്ലെപ്പോക്ക് തുടരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന ഒരു വസ്തുത എന്ന് മാത്രമല്ല, ഇതുകൊണ്ട് തീരദേശവാസികൾ വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവർ ജനം ടിവിയോട് പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. ഒരു അനിശ്ചിതാവസ്ഥ തുടരുന്നുണ്ട്. കാലവർഷം എത്തിയത് മാത്രമല്ല, അല്ലാതെ തന്നെ ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുകയും തീരം വൃത്തിയാക്കുകയും ചെയ്തില്ലെങ്കിൽ മത്സ്യബന്ധനം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാകും എന്നുള്ളത് തീരപ്രദേശവാസികൾ തന്നെ നമ്മളോടൊക്കെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ഈ മെല്ലെപ്പോക്ക് തുടരുന്നതിലും അവർക്ക് വലിയ രീതിയിലുള്ള അമർഷമുണ്ട്. സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ തങ്ങളെ ഏൽപ്പിക്കൂ, തങ്ങളത് ചെയ്യാം എന്ന് അവർ പറയുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള ഈ മെല്ലെപ്പോക്കുകൾ കണ്ടു മടുത്തിട്ടായിരിക്കണം അവരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പരാമർശം കൂടി ഉണ്ടായത് എന്നാണ്. കാരണം തീരത്തടിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിയ രീതിയിലുള്ള പരിസര മലിനീകരണം സൃഷ്ടിക്കുന്നുണ്ട്. അത് ജലജന്യമായിട്ടുള്ള ജീവികൾക്ക് വലിയ രീതിയിലുള്ള ആഘാതം സൃഷ്ടിക്കുകയും അവയുടെയൊക്കെ മരണത്തിനിടയാക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ വളരെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യണം എന്നുള്ളത് മുന്നിൽ വരുന്നത്. പക്ഷേ സർക്കാർ ഈ ഒരു അലംഭാവം തുടരുകയാണെങ്കിൽ, മെല്ലെപ്പോക്ക് തുടരുകയാണെങ്കിൽ അത് ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് പ്രദേശവാസികളടക്കം സർക്കാരിന് ഇത് കഴിയുന്നില്ലെങ്കിൽ തങ്ങളെ ഏൽപ്പിക്കൂ എന്നുള്ള ഒരു പരാമർശത്തിലേക്ക് കൂടി എത്തുന്നത്. അവർ അത് കണ്ടു മടുത്തിട്ടായിരിക്കണം ഒരു പക്ഷേ അങ്ങനെ പറയേണ്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. ശ്രീനന്ദ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനന്ദ, പറയൂ. രോഹിണി, ഒരാഴ്ച കഴിഞ്ഞിട്ടും തീരപ്രദേശങ്ങൾ ഇതുവരെയും വൃത്തിയാക്കിയിട്ടില്ല എന്നുള്ളൊരു വാർത്തയാണ് നമുക്കിപ്പോൾ ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. ഒരാഴ്ചയോളമായി ഈ തീരത്ത് പോളിയെത്തിലീൻ പോലുള്ള പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കളെല്ലാം തന്നെ അടിഞ്ഞുകൂടാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും യാതൊരുവിധ നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇടയ്ക്ക് മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി എല്ലാവരും കൂടെ ചേർന്ന് ഈ ഒരു തീരപ്രദേശം വൃത്തിയാക്കുന്നത് ഉടൻ തന്നെ ആരംഭിക്കും, അതിനുള്ള ഒരു പ്രാരംഭഘട്ടം തുടങ്ങി വെച്ചതുമാണ് മന്ത്രി. പക്ഷേ ആ ഒരു പ്രാരംഭഘട്ടം എന്നല്ലാണ്ട് അതിന് കൂടുതൽ ആയിട്ടൊരു മുന്നോട്ട് പോവുകയോ അത് തുടർ നടപടികൾ സ്വീകരിക്കുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് തീരപ്രദേശവാസികൾ നമ്മോട് പങ്കുവയ്ക്കുകയുണ്ടായത്. എന്തായാലും തീരത്ത് എല്ലായിടത്തും തന്നെ ഈ ഒരു പോളിയെത്തിലീൻ വെള്ള കളറിലുള്ളൊരു അസംസ്കൃത വസ്തു എല്ലായിടത്തും ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് നേരത്തെ എടുത്ത് മാറ്റിവെച്ചത് ഒരു ചാക്കുകളിലായി മാറ്റിവെച്ചിരുന്നു. പക്ഷേ മഴ പെയ്യും തോറും ഈ ഒരു ചാക്കുകെട്ടുകൾ വീണ്ടും കടലിലേക്ക് ഇറങ്ങി അത് വീണ്ടും ഈ ഒരു മണലിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഇത് മണലിൽ നിന്ന് വേർപെടുത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായൊരു പ്രോസസ്സാണ്. ഈ ഒരു ഇത് ചെയ്യാൻ ഒരുപാട് ആളുകളുടെ സഹായം, അതുപോലെ തന്നെ നിരവധി സന്നദ്ധ സംഘടനകൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ അവർക്ക് ചെയ്യുന്നതിനും എല്ലാം തന്നെ ഒരു പരിധിയുണ്ട് എന്നാണ് അവർ പറയുന്നത്. തീരപ്രദേശവാസികൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, അവർക്ക് ഈ ഒരു തീരപ്രദേശം വൃത്തിയാക്കുന്ന ജോലി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കൃത്യമായി തന്നെ ചെയ്യും എന്നൊരു കാര്യമാണ് പറയുന്നത്. കാരണം സർക്കാർ ഇത്രയും വലിയൊരു മെല്ലെപ്പോക്ക് നയം എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത്? തങ്ങളുടെ ജോലി, മത്സ്യബന്ധനമാണ് തങ്ങളുടെ ജീവിതമാർഗം, അതെല്ലാം വിട്ടുകൊണ്ട് തങ്ങൾ ഈ ഒരു ജോലിയിലേക്ക് ഇറങ്ങാം. അവരുടെ തന്നെ സ്വന്തം സ്ഥലമായി ഈ ഒരു തീരപ്രദേശം എന്താണ് ഇങ്ങനെ ഒരു മലിനമായിക്കൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് സർക്കാർ അത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും തന്നെ ചോദിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഒരാഴ്ചയോളമായി ഈ ഒരു തീരപ്രദേശം വൃത്തിയാക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കുമെന്ന് രണ്ടാമത്തെ ദിവസം തന്നെ മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാവരും കൂടെ യോഗം ചേർന്ന് വിളിച്ച് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്. എന്നാലും ഇതിന് കൂടുതലായ ഒരു നടപടികളും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവകരമായ കാര്യം. ഈ ഒരു വൈറ്റ് സബ്സ്റ്റൻസ്, ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റൽ പോലുള്ള സാധനം ഇനി വീണ്ടും കടലിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത്
അത് കൂടുതൽ വ്യാപ്തി ഉണ്ടാക്കുന്ന ഒന്നാണ്. അത് ചിലപ്പോൾ മത്സ്യങ്ങൾക്കും ഒരുപാട് ഫലപ്രദമായ അല്ലെങ്കിൽ അതിന് ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കും. അത് തികച്ചും മനുഷ്യ ശരീരത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് വേറെ രോഗങ്ങളിലേക്ക് മുന്നോട്ട് അല്ലെങ്കിൽ രോഗങ്ങളിലേക്ക് എത്തിക്കുമെന്നൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത് കൂടുതൽ സമയമെടുക്കും തോറും മണ്ണിലേക്ക് ആഴ്ന്നു പോകുന്ന ഒരു പ്രവണതയായിരിക്കും കണ്ടുവരിക. അങ്ങനെ വന്നാൽ ഇത് വീണ്ടും എടുത്തു മാറ്റുക അല്ലെങ്കിൽ ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടത്തുക എന്ന് പറയുന്നത് വളരെയധികം ദുഷ്കരം പിടിച്ചൊരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ ഈ ഒരു തീരപ്രദേശം വൃത്തിയാക്കണം എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ വിദഗ്ധരും പറയുന്നത്. വിദഗ്ധർ പറയുന്നത് ഇത് എന്താണെന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ അറിയില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴേ ഈ ഒരു തീരപ്രദേശം അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തേനെ എന്നാണ് വിദഗ്ധർ പങ്കുവയ്ക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇത് തീരപ്രദേശങ്ങളിൽ ഉള്ളിടത്തോളം നമ്മൾ ആ ഒരു ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ശംഖുമുഖം അതുപോലെ തന്നെ അടിമലത്തുറ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കോവളം എല്ലായിടത്തും തന്നെ ഈ ഒരു അസംസ്കൃത വസ്തു കടലിൻ്റെ തീരത്ത് അടിഞ്ഞുകൂടുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ എണ്ണ പോലുള്ള ഒരു പദാർത്ഥം കടലിൽ അങ്ങുമായി കാണപ്പെടുന്നു എന്നുകൂടി മത്സ്യത്തൊഴിലാളികൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇത് ഉടൻ തന്നെ ഇതിനുള്ളൊരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇത് വലിയ ഒരു വിപത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളൊരു ഭയമാണ് എല്ലാവർക്കും തന്നെ ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. രോഹിണി, ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.